പറഞ്ഞു, ഭൂമിയിൽ വെച്ചു തന്നെ. ചില കാര്യങ്ങൾക്കൊന്നും ഇവിടുന്ന് ശിക്ഷ കിട്ടൂല. ഭൂമിയിൽ വെച്ചു തന്നെ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ശിക്ഷ ഇറങ്ങാനും പരീക്ഷണം ഇറങ്ങാനും സാധ്യതയുള്ള ഒന്നാണ് ഉഖൂഖുൽ വാലിദൈൻ. ഉമ്മാനോടും ബാപ്പാനോടും ചെയ്യുന്ന ധിക്കാരം. അത് പരലോകത്തേക്ക് നീട്ടേക്കൂല, ഇവിടുന്ന് തന്നെ ചിലപ്പോൾ തരും. വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ്. ബാപ്പ ചിലപ്പോൾ മുസ്ലിമേ അല്ല, ഉണ്ടാവുമല്ലോ അങ്ങനെ. ഉമ്മ ചിലപ്പോ മുസ്ലിമത്തേ ഇല്ല, എന്നാൽ പോലും അവരോട് മാന്യമായി ഇടപെടണമെന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അവർക്ക് വേണ്ടി എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ബാപ്പ മുസ്ലിമല്ല, ഉമ്മ മുസ്ലിമത്തല്ല. ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ 4 മക്കളുണ്ട്, അതിൽ ഒരാൾ മാത്രമേ മുസ്ലിം ഉള്ളൂ ഈ മക്കളിൽ. എന്നാൽ നമ്മുടെ അച്ഛനാണ്, നമ്മുടെ അമ്മയാണെന്ന നിലക്ക് ഓടി ആ ചാൻസ് ഫസ്റ്റ് വാങ്ങാൻ പറ്റുമോ വാങ്ങാം. ദുനിയാവിന്റെ വിഷയത്തിൽ എല്ലാ നിലക്കും അവരോട് നല്ല രൂപത്തിൽ പെരുമാറാനാണ് അള്ളാഹുവിന്റെ ദീന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ആദ്യഘട്ടത്തിൽ മുസ്ലിമത്തായിരുന്നില്ല എന്നും പറയും ഉമ്മാനോട്. ഒരിക്കൽ കുറച്ച് സ്ട്രോങ്ങിൽ പറഞ്ഞു, ഉമ്മ പരലോകത്ത് രക്ഷപ്പെടാനുള്ള കാര്യമാണ്. അപ്പൊ നബിയെ കുറ്റപ്പെടുത്തി. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് മോശമായിട്ട് എന്തോ ഒരു വാക്ക് പ്രയോഗിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു കരഞ്ഞുകൊണ്ട് നബിയുടെ അടുക്കലേക്ക് ഓടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഉമ്മാനെ നിർബന്ധിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉമ്മ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, നിങ്ങൾ ഒന്ന് ദുആ ചെയ്യ എൻ്റെ ഉമ്മാക്ക് വേണ്ടി, പാവാൻ എൻ്റെ ഉമ്മ അറിയായിട്ടാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിരന്തരമായി പ്രാർത്ഥിച്ചു. പിന്നെ വീട്ടിലേക്ക് എത്തുമ്പോൾ മുസ്ലിമത്തായ ഉമ്മയെയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാണുന്നത്. അപ്പം അതിനു മുമ്പ് ഉമ്മാനോട് ഞങ്ങളുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? വളരെ മാന്യമായിരുന്നു. സഅദ് റളിയല്ലാഹുവിൻ്റെ ഉമ്മ മുസ്ലിമായില്ല, മുസ്ലിമത്തായില്ല. സഅദ് റളിയല്ലാഹുവിനെ വലിയ ഇഷ്ടമാണ് ഉമ്മാക്ക്. ഉമ്മ പറഞ്ഞാൽ എല്ലാം കേൾക്കുന്ന മോനാണ് സഅദ് റളിയല്ലാഹു അൻഹു. ഉമ്മ പറഞ്ഞു, എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടമായി, പക്ഷെ നീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോയി, അത് ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തിരിച്ചു വരണം, ആ വിശ്വാസത്തിൽ നിന്ന് മാറണം. ഇല്ലമ്മ, അതൊന്നും മാറാൻ പറ്റൂല, അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാണ്. കുറെ പറഞ്ഞു നോക്കി, ഉമ്മ മാറുന്നില്ല. അപ്പൊ ഉമ്മ സഅദ് റളിയല്ലാഹു ഉമ്മ എന്ത് പറഞ്ഞാലും ഇതുവരെ എതിർക്കാത്ത മോനാണെന്ന് ഉമ്മക്കറിയാം. ഉമ്മ പറഞ്ഞു, എന്നാ ഞാൻ ഈ മരുഭൂമിക്ക് ഇറങ്ങാം, ഞാൻ മരുഭൂമിക്ക് ഇറങ്ങാം. ഇനി ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ കയറൂല, വെള്ളം കുടിക്കാൻ വരൂല, എണ്ണ തേക്കൂല, കുളിക്കൂല. ഈ സൂര്യന്റെ ചൂടേറ്റ് ഉമ്മ ഈ മരുഭൂമിയിൽ നിന്നിങ്ങനെ ഉരുകി ഉരുകി മരിക്കുന്നത് നീ കാണും. മോൻ തിരിച്ചു വരാനാണ്, ഇസ്ലാം എന്ന് തിരിച്ചു വരാന്. സഅദ് റളിയല്ലാഹു അള്ളാന്റെ റസൂൽ അടുക്കലേക്ക് ഓടി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എൻ്റെ ഉമ്മ പുറത്തിറങ്ങിയിട്ടുണ്ട്, വെയിൽ കൊള്ളാൻ തീരുമാനിച്ചു, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയാണ്, എന്നെ പ്രസവിച്ച ഉമ്മയല്ലേ, എന്താ ചെയ്യാന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കാം, പക്ഷെ അള്ളാഹുവിനെതിരെ നിന്റെ ഉമ്മ പറഞ്ഞാൽ ആ ഉമ്മയെ അനുസരിക്കാൻ പറ്റൂല. ഉമ്മാൻ്റെ അടുത്ത് ചെന്ന്, ഉമ്മ നിങ്ങളെപ്പോലെയുള്ള 100 ഉമ്മമാരെനിക്കുണ്ട്, ഞാൻ വളരെ സ്നേഹിക്കുന്ന ഉമ്മയാണ് നിങ്ങൾ, നിങ്ങളെപ്പോലെ 100 ഉമ്മമാരെനിക്കുണ്ട് നിങ്ങൾ വിചാരിച്ചോളി. ആ 100 ഉമ്മമാരും എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് ഈ മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന വെയിൽ കൊണ്ട് വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, കുളിക്കാതെ ഈ എൻ്റെ കൺമുമ്പിൽ വെച്ച് ഫഹറബത്ത് ബസ്സൻ ബസ്സാ ഉരുകി ഉരുകി മരിക്കുന്നത് കാണേണ്ടി വന്നാലും മാ തറക്തു ദീനി ഹദാ, ഈ മതം വിട്ട് കളിക്കാൻ എനിക്ക് കഴിയില്ല ഉമ്മ. കണ്ടോ, ആദർശം പണയം വെക്കണില്ല. എന്നാലും ഉമ്മാന്റെ കാല് പിടിച്ചു നോക്കുകയാണ്, നിങ്ങളങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോ ഉമ്മ മുസ്ലിമാവാം, മുസ്ലിമത്താവാം, വാപ്പ മുസ്ലിമാവാം, അല്ലാതിരിക്കാം, പക്ഷേ അവരോട് ധിക്കാരം ചെയ്യാൻ പാടില്ല. മാന്യമായ പെരുമാറ്റം, മാന്യമായ ഇടപെടൽ. ഇവിടെ ഈ പള്ളിയിൽ വന്ന എല്ലാവരും ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്മയും ബാപ്പയൊക്കെ മുസ്ലിം തന്നെയാണ്. അങ്ങനത്തെ ആരെങ്കിലും ഒക്കെ ഒറ്റപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും ബാപ്പയും ഉമ്മയൊക്കെ കുടുംബപരമായിട്ട് മുസ്ലിങ്ങളായവരാണ്. ആ ഉമ്മാനോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്? ആ ബാപ്പാനോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്?
ആ ഉമ്മ ചോദിക്കാതെ ഒരു 100 രൂപയെങ്കിലും ഉമ്മാന്റെ കയ്യിൽ, കൂലിപ്പണിക്കാരാണ് നിങ്ങൾ, ആയിക്കോട്ടെ ഉമ്മ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കോളി. ഏട്ടോ, ഞാനൊരു ഉദാഹരണം പറഞ്ഞത്. കൊടുത്തു നോക്കിയിട്ടുണ്ടോ ജീവിതത്തിൽ? ചോദിക്കാതെ ഉമ്മാന്റെ കയ്യിൽ. ബാപ്പ കുറെ അധ്വാനിച്ചിട്ടുണ്ട്, ഉരുകി ഉരുകി തീർന്ന മെഴുകുതിരിയാണ് ബാപ്പ. ആ ബാപ്പ ജീവിച്ചിരിക്കുമ്പോ ഇനി ബാപ്പാക്ക് പണിക്കോൻ കഴിയില്ല. ബാപ്പാക്ക് ഇപ്പം എന്തിനാ ക്യാഷ്, ബാപ്പാക്ക് ഇപ്പം എന്തിനാ പൈസ എന്നാ മക്കൾ ചിന്തിക്കുന്നത് അല്ലേ? ബാപ്പാന്റെ കയ്യിൽ പോക്കറ്റിൽ ഒരു 2000 റുപ്യ ഉണ്ടെങ്കിൽ അഭിമാനത്തോടു കൂടി ബാപ്പ അങ്ങാടിയിലിരിക്കും. ആരെങ്കിലും വന്നിട്ട് വല്ല സഹായം ചോദിക്കുമ്പോൾ എല്ലാവരും 10, 50, 100 കൊടുക്കുമ്പോൾ അഭിമാനത്തിൽ ബാപ്പാക്ക് കൊടുക്കാൻ കഴിയും. അതിന് വാപ്പാന്റെ കയ്യിൽ, ഇതാ വാപ്പ അങ്ങളെ കയ്യിൽ വെച്ചോളി, ചോദിക്കാതെ വാപ്പാന്റെ കയ്യിൽ പൈസ കൊടുക്കുന്ന മക്കളാണോ നമ്മള്? ആണോ? ഉമ്മാന്റെ കയ്യിൽ, ഉമ്മാക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ചോദിച്ചിട്ടുണ്ടാവും, അപ്പൊ കൊടുത്തിട്ടുണ്ട്. അതൊന്നുമില്ല എന്റെ ചോദ്യം. നിങ്ങൾ കൂലിപ്പണിക്കാരാകാം, നിങ്ങൾ സാധാരണക്കാരാവാം, വലിയ ശമ്പളമില്ലാത്തവരാകാം, നമ്മളൊക്കെ സാധാരണക്കാരാവാം. പക്ഷെ അതൊന്നും ഇവിടെ പ്രശ്നമില്ല. നമ്മളെ കുടുംബം പോരുന്നില്ലേ? ഉണ്ട്. നമ്മുടെ കുടുംബം നേരെ നടക്കണില്ലേ? ഒക്കെ ഉണ്ട്. എന്നിട്ട് ആ ഉമ്മാന്റെ കയ്യിൽ ചോദിക്കാതെ, ഇതമ്മ ഒരു 500 നിങ്ങൾ കയ്യിൽ വെക്കി എന്ന് പറഞ്ഞ് ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നവരാണോ? വാപ്പാന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നവരാണോ? നമുക്ക് വേണ്ടി അധ്വാനിച്ച വാപ്പ, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉമ്മ, ആ ഉമ്മയെ പരിഗണിക്കുന്നവരാണോ? ആണോ? നമ്മൾ നമ്മളോട് ചോദിക്കണം. അതുകൊണ്ട് പരിഗണിക്കാത്തവർ ഉമ്മയോട് ധിക്കാരത്തിന്റെ വർത്തമാനം പറയുന്നവരുണ്ട്. നിങ്ങളെ നോക്കുന്ന പണിയല്ല എനിക്കെന്ന് അല്ലേ? കഷ്ടപ്പെട്ട് വഹിനൻ അല വഹിനിൻ, വേദനയ്ക്ക് മേൽ വേദന, പ്രയാസത്തിനു മേൽ പ്രയാസം സഹിച്ച് ഗർഭം ചുമന്ന് പോറ്റി വളർത്തി കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മാനോട് നിങ്ങളെ നോക്കുന്ന പണിയല്ലേ എനിക്ക്. പിന്നെ ഓന്റെ കൂടെ ഓന്റെ ഭാര്യയുണ്ട്, ഓന്റെ കൂടെ ഓന്റെ മക്കളുണ്ട്, ഓന്റെ കൊച്ചു വീടുണ്ട്, ഓന്റെ മതിൽ കെട്ടുകളും ഓന്റെ മുറ്റവുമുണ്ട്. ആ ഉമ്മയോട് ധിക്കാരത്തിന്റെ വർത്തമാനം പറയുമ്പോ നിന്റെ മക്കൾ നിനക്കെതിരെ പറയുന്നത് കേട്ടിട്ട് നീ മരിക്കൂ. അതാ പറഞ്ഞത്, ഭൂമിയിൽ തന്നെ കിട്ടുമെന്ന്. നിന്റെ മക്കൾ നിനക്കെതിരെ തിരിഞ്ഞിട്ടേ നീ മരിക്കൂ. അത് അനുഭവിക്കും ഭൂമിയിൽ വെച്ച്. മനസ്സിലായില്ലേ? അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യ. ലോകത്തിൽ അല്ലാഹു തആല എന്നെ ആരാധിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഉടനെ പറഞ്ഞ വിഷയ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ എന്ന്. ഒന്ന് കൊടുത്തു നോക്കി വാപ്പാന്റെ കയ്യിൽ. വീട്ടിൽ ഇങ്ങനെ ഒരു മൂലൊക്കെ കുത്തിരിക്കണ വാപ്പാന്റെ കയ്യിൽ ഒരു 500 നോട്ടൊന്ന് വെച്ച് കൊടുത്തു നോക്കി, അങ്ങാടിക്ക് ഇറങ്ങും വാപ്പ. ഒരു 2000 വാപ്പാന്റെ പോക്കറ്റിട്ട് കൊടുത്ത് നോക്കി, വാപ്പ അങ്ങാടിക്ക് ഇറങ്ങും തുണി കുപ്പായൊക്കെ മാറ്റിയിട്ട്. എല്ലാവരും ഇങ്ങനെ നെളിഞ്ഞിരുന്ന് ഹോട്ടലിലൊക്കെ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ അവിടെ പോയി ഇരുന്ന് 2 കൂട്ടുകാർ വന്ന പൈസ ഞാൻ കൊടുത്തോളാന്ന് പറയല്ല, അതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ് ചുരുണ്ട്. അഭിമാനത്തോടു കൂടി ഇറങ്ങും അങ്ങാടിക്ക്. അതുകൊണ്ട് വാപ്പാനെ പരിഗണിക്കണം, ഉമ്മാനെ പരിഗണിക്കണം. അത് ഗൗരവത്തോടു കൂടി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇൻഷാ അല്ലാഹ് ബാക്കി മറ്റു സമയങ്ങൾ നമുക്ക് സംസാരിക്കാം.